ഈ വരുന്ന ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 19 വരെയാണ് ശ്രാവണ മാസം വരുന്നത്. ഈ ശ്രാവണ മാസം ഭഗവാനെ പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. ഉമാമഹേശ്വരന്മാർ ഒന്നിച്ചിരിക്കുന്ന സമയമാണ്. സർവവ്യാപിയായ പരമശിവനെ ദാനിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും അസുലഭ ദിനങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയാം. പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രം, പൂജകൾ കൊണ്ടൊക്കെ നാം ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങൾ, ഭക്തരായുള്ളവരെല്ലാവരും തന്നെ അതിൻ്റെ നേട്ടം അനുഭവിക്കുന്നവരാണ്. മന്ത്രങ്ങളുടെ ആവർത്തനം അതിൻ്റെ ശക്തി വർദ്ധിക്കുകയും ആ ശക്തിയിലൂടെ ഭഗവാനിലേക്ക് അതെത്തുകയും ആ എത്തുന്ന ആ ഒരു ശക്തിയിൽ നിന്ന് നമ്മളിലേക്ക് ആ ചൈതന്യം വരികയും നമ്മളുടെ കുടുംബാന്തരീക്ഷത്തിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജിയെ നിറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. പൂജയോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനമോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. എന്നാൽ വ്രതമെടുക്കാൻ സാധിക്കുന്നവർക്ക് ഇതിനുള്ളിലുള്ള ഇത്രയും ദിവസത്തിനുള്ളിൽ എത്ര തിങ്കളാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടുമോ അത്രയും തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്ക് വ്രതമെടുത്ത് ഭഗവാനെ പൂജിക്കാനും ആരാധിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത പക്ഷവും ഭഗവാനെ ഈ ദിവസങ്ങളിലൊന്നും മനസ്സിൽ ഓർക്കുകയും ഭഗവാന്റെ മൂലമന്ത്രമായ നമഃശിവായ അല്ലെങ്കിൽ ഓം നമഃശിവായ ഈ മന്ത്രമൊന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ പോലും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നതാണ്. അതിന് യാതൊരു സംശയവും വിചാരിക്കേണ്ട. ഏതൊരുവൻ എവിടെ ഇരുന്ന് എന്നെ വിളിക്കുന്നുവോ അവന് ഞാൻ തുണയായി ഉണ്ടാകുമെന്നാണ് ഭഗവാൻ പരമശിവൻ പറഞ്ഞിരിക്കുന്നത്. ശക്തിയിൽ ശക്തനാണ്, ഊർജപ്രവാഹമാണ്, ആരോഗ്യമാണ്. ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഇത് തന്നെയാണ്. ഭഗവാനിലുള്ള ആ ചൈതന്യമെല്ലാം തന്നെ നമുക്കും ഭഗവാൻ പകർന്നു തരുന്നതാണ്. രോഗാവസ്ഥയിൽ നിന്നും മോചനം, രോഗങ്ങൾ വരാതിരിക്കാൻ, ശനിദോഷത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ മാറാൻ, ശനിദോഷ കാലങ്ങൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ദോഷങ്ങളെ മാറ്റി നിർത്താൻ, കുടുംബത്തിൽ കലഹങ്ങൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മ, കുടുംബാന്തരീക്ഷം നല്ല രീതിയിലല്ല, നമുക്കൊരു ദുഃഖം, എപ്പോഴും പ്രയാസങ്ങൾ, എപ്പോഴും വഴക്ക്, എപ്പോഴും മറ്റു ദുരിതങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു മന്ത്രജപത്തിലൂടെ അതെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അങ്ങനെയുള്ളൊരു പുണ്യദിനമാണ് വരുന്നത്. കുളിക്കണമെന്നോ ജപിക്കണമെന്നോ കുളിക്കണമെന്നോ പൂജിക്കണമെന്നോ ഒന്നും തന്നെയില്ല. ഭഗവാനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നമഃശിവായ എന്ന് എല്ലാ ദിനവും ഒരു പ്രാവശ്യം മന്ത്രിച്ചാൽ കൂടി ഭഗവാൻ നമ്മുടെ രക്ഷകനായി എത്തും. നമുക്കൊരു രക്ഷാ കവചം ഭഗവാൻ തരുന്നതാണ്. നമ്മുടെ ഏതൊരു ആഗ്രഹമാണോ അത് പുറ്റുപിടിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്നു, അത് പുറത്ത് വരുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയിട്ടും നടക്കാത്ത ആ ഒരു ആഗ്രഹത്തെ ആ പുറ്റു പിളർന്ന് പുറത്ത് വരും പോലെ തന്നെ നമുക്ക് ആഗ്രഹത്തെ ഈ ശ്രാവണ മാസത്തിൽ ഭഗവാൻ പരമശിവൻ്റെ ഓം നമഃശിവായ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ആ പുറ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ആഗ്രഹം പുറത്ത് വരുന്നതാണ്. ആ ആഗ്രഹത്തെ സാധിച്ച് നിങ്ങൾ സന്തോഷത്താൽ മനസ്സ് നിറയ്ക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ശ്രാവണ മാസത്തെ നിസ്സാര ദിവസങ്ങളായി കാണരുത്. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കൂ. അതിപ്പോൾ പ്രായമായവരെന്നോ കുട്ടികളെന്നോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഓം നമഃശിവായ ജപിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതി, കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ച, അവരുടെ ജോലിയിൽ വർധനവ്, അവർക്ക് പ്രൊമോഷൻ ലഭിക്കുക, നമ്മൾ ജോലി ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിലൂടെ ഉയർച്ച, ബിസിനസ്സിൽ പുരോഗതി, സമ്പത്ത് വർധന, ധനവരവിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി ധനം വന്നു ചേരുക. ഇതൊക്കെയാണ് ഈ ഒരു ശ്രാവണ മാസത്തിൽ ഓം നമഃശിവായ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എത്താൻ പോകുന്നത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പലവിധ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടിരിക്കുന്ന ഞാൻ ഇതായിട്ട് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഇതുകൂടി ഒന്ന് ജപിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കാം. എന്താണ്? മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ടുള്ള ഈ മന്ത്രം. അതിലൂടെ എനിക്ക് സാധ്യമാകുമോ
എന്നൊരു ശങ്കയിലൂടെയെങ്കിലും ഈ ഒരു കാര്യം ഈ ശ്രാവണ മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. എത്ര വലിയ തടസ്സമായി എവിടെ അത് തടസ്സപ്പെട്ട് വലിയ മുൾവേലി കൊണ്ട് അതിനെ വളച്ച് വെച്ചിരിക്കുന്നതാണെങ്കിലും ആ മുൾവേലിയൊക്കെ പുഷ്പദളങ്ങളായി മാറി ആ വേലി പിളർന്ന് ആ പുഷ്പദളങ്ങളുടെ വേലി പിളർന്ന് നമ്മുടെ അടുക്കലേക്ക് ആഗ്രഹം പൂ പോലെ വരുന്നതാണ്, നല്ല സുഗന്ധത്തോടെ എത്തുന്നതാണ്. അതിന് യാതൊരുവിധ സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. ശ്രാവണമാസം നിങ്ങൾ പരമശിവനെ ആരാധിക്കൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള അറിവുള്ള വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതിന് അവസരം തരേണ്ടത് നിങ്ങളാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടിയെങ്കിൽ വീണ്ടും ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റായി എന്നെ അറിയിക്കുക. അപ്പോഴും നമഃശിവായ, ഓം നമഃശിവായ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം.